നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ്. ധനുമാസം ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എന്നാൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തിരിച്ചടികളൊക്കെ ഉണ്ടായേക്കാം. കൂടാതെ പനി, ഉദരരോഗം, ത്വക്ക് രോഗം, അഗ്നിയിൽ നിന്നുള്ള പ്രതികൂല അവസ്ഥ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. ബന്ധുക്കളുമായിട്ട് ചില അകൽച്ചകളും ഒക്കെ ഉണ്ടായേക്കാം. പൊതുവെ എല്ലാവരുമായിട്ടും ഒരു കലഹത്തിനുമൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ദുർജനങ്ങളുമായി ചില സംസർഗത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. എന്നാൽ നല്ല ധർമ്മകാര്യങ്ങൾക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങളും ഒരേപോലെ വന്നു ചേരുന്നതാണ്. തൊഴിൽ രംഗമൊക്കെ മെച്ചപ്പെടുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭൂമി കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് പരാജയം സംഭവിക്കാനോ മംഗളകാര്യങ്ങൾക്ക് തടസ്സം വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് കരുതലെടുക്കുക. പൊതുവെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മേടക്കൂറുകാർ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക, ചുവന്ന പൂക്കൾ കൊണ്ട് മാല സമർപ്പിക്കുക, കഴിയുന്നത്ര ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കൊല്ലവർഷം 1200 ആണ്ട് ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധനനഷ്ടങ്ങൾക്കും മനസ്സിന് അസന്തുഷ്ടിക്കും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പൊതുവെ സഹോദരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസം കൂടിയാണ്. അതേപോലെ തന്നെ സ്ഥാനനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട സാധന സാമഗ്രികളൊക്കെ ആവശ്യമായി വന്നേക്കാം, വാങ്ങേണ്ടതായിട്ട് വന്നേക്കാം. കലഹ സ്വഭാവങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപമാനങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒഴിഞ്ഞു മാറുക. അതേപോലെ തന്നെ നിർബന്ധ ബുദ്ധിയും കൂടുതലായിട്ടുണ്ടാകാം. ഉദരവ്യാധികൾക്കും സാധ്യതയുണ്ട്. മക്കളെ കൊണ്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒന്ന് കരുതലെടുക്കേണ്ട മാസം കൂടിയാണ്. യന്ത്ര സാമഗ്രികൾക്കൊക്കെ കേടുപാടുകൾ ഉണ്ടായേക്കാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ചെയ്തു തീർക്കാനുള്ള അനുകൂല സമയം കൂടിയാണ്. കഴിയുന്നത്ര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തർക്ക വിഷയങ്ങളിലും വിവാദ വിഷയങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ദോഷവചനങ്ങൾ പറയാതിരിക്കുക. വാഹനങ്ങൾക്കും ഗ്രഹോപകരണങ്ങൾക്കും ഒക്കെ കേടുപാടുകൾ പറ്റാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ദുർജനങ്ങളുമായി ചേർന്ന് സജ്ജനങ്ങൾക്കെതിരെ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പൊതുവെ മാന്യതയും പ്രൗഢിയും ഒക്കെ ഉണ്ടാകുന്ന മാസമാണ്. എന്നാൽ ദാമ്പത്യ ക്ലേശത്തിനും സാധ്യതയുണ്ട്. പലവിധ രോഗാരിഷ്ടതകളും ബുദ്ധിമുട്ടിലാക്കിയേക്കാം. മാനസികമായി കൂടുതലായിട്ട് ചിന്തിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. സത്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്ഥാനക്കയറ്റവും ലഭിക്കാം. ഇടയ്ക്കിടയ്ക്ക് സുഖാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ദോഷപരിഹാരമായിട്ട് മിഥുനക്കൂറുകാർ ഗണപതിയെയാണ് പ്രീതി വരുത്തേണ്ടത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഹോമം കഴിപ്പിക്കുക. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ശത്രുക്കളുടെ ഉപദ്രവം കൂടുതലായിട്ടുണ്ടാകും. ശരീരത്തിന് ക്ഷീണം സംഭവിക്കാം. കാര്യതടസ്സങ്ങളും ഉണ്ടാകാം. പൊതുവെ ഒരു കലഹ മനോഭാവത്തിനുള്ള സാഹചര്യമുണ്ട്. ഭാര്യയോടും മക്കളോടും ഒക്കെ കലഹിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. ബന്ധുജനങ്ങളുമായി സ്വരച്ചേർച്ച കുറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിതൃ തുല്യരായിട്ടുള്ളവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. കോപാധിക്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ബുദ്ധിപൂർവം പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ടാകും. മനസ്സ് ചഞ്ചലമായിരിക്കുന്നതാണ്. സാഹസ പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതാണ്. മടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ്. ശരീരക്ലേശത്തിനും സാഹചര്യമുണ്ട്. എന്നാൽ ഈശ്വര പൂജയിലൊക്കെ കൂടുതൽ താല്പര്യം തോന്നുന്നതാണ്. ദോഷപരിഹാരമായി കർക്കിടകക്കൂറുകാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ധാര വഴിപാടായി നടത്തുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അപവാദങ്ങൾ കേൾക്കാൻ ഇടവന്നേക്കാം. സാമ്പത്തികമായി ഒരു പരിധി വരെയൊക്കെ പരിഹാരമാകുന്ന മാസമാണ്. നിന്ദ്യമായി ആരോടും സംസാരിക്കാതിരിക്കുക. നേത്രരോഗം, സന്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയെ കരുതിയിരിക്കുക. ദാമ്പത്യ ക്ലേശത്തിനും സാഹചര്യമുണ്ട്. യാത്രകളൊക്കെ അത്ര സുഖകരമായിരിക്കണമെന്നില്ല. യുക്തി ഉപയോഗിച്ച് പല കാര്യങ്ങളും നേടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായവും
ഭാഗ്യവും ലഭിക്കുന്നതാണ്. നേതൃഗുണം ഉണ്ടാകുന്നതാണ്. വാഹനമൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഫലപ്രദമാകുന്നതാണ്. കൂടുതലായിട്ട് അറിവ് നേടാനുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതാണ്. രണ്ടാമതൊരു വീട് വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിജയം കൈവരിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാർ ദോഷപരിഹാരത്തിനായിട്ട് ശാസ്താവിന്റെ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ദർശനം നടത്തി എള്ളുപായസം പോലെയുള്ള വഴിപാടുകളെ ചെയ്യുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾക്കിടെയുണ്ട്. നാൽക്കാലി വളർത്തലുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തർക്ക വിഷയങ്ങളിലൊക്കെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങൾക്ക് ചില ക്ലേശാനുഭവങ്ങളും ഉണ്ടായേക്കാം. പുതിയ വീട് വയ്ക്കാനുള്ള വാങ്ങാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ഈശ്വര പൂജയിലൊക്കെ താല്പര്യം വർദ്ധിക്കാം. എന്നാൽ തൊഴിൽ രംഗം വേണ്ടത്ര മെച്ചമാകുന്നില്ല. പൊതുവെ പ്രശസ്തി ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. എന്നാൽ ദന്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ഥാനചലനങ്ങൾക്കും കാര്യതടസ്സങ്ങൾക്കും ഒക്കെ സാഹചര്യമുണ്ട്. കരുതലെടുക്കുക. അവിചാരിതമായ ചില ഭാഗ്യാനുഭവങ്ങളും ഉണ്ടായേക്കാം. മക്കൾക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണ് കന്നിക്കൂറുകാർ ദർശനം നടത്തേണ്ടത്. പുഷ്പാഞ്ജലി പോലെയുള്ള വഴിപാടുകളെ നടത്തുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വഞ്ചന മൂലം ധനനഷ്ടത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. ധനാഗമ കാര്യങ്ങൾക്ക് അല്പം തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാമെങ്കിലും ഈ ധനുമാസത്തിൽ തന്നെ അതൊക്കെ മാറി ധനപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ്. നല്ല വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. പല്ല്, മൂക്ക്, നാക്ക് എന്നീ അവയവങ്ങൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ബുദ്ധിപൂർവം ചില കാര്യങ്ങളിലൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും അത് പൂർത്തീകരിക്കാനും സാഹചര്യമുണ്ടാകും. ചില പാപകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. അതിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറുക. ഓർമ്മക്കുറവ് മൂലം ചില അബദ്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധ കൊടുക്കുക. മനസ്സിന് സ്വസ്ഥത കുറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ രംഗത്ത് കലഹങ്ങൾക്കും സാഹചര്യമുണ്ട്. തുലാക്കൂറുകാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പുഷ്പാഞ്ജലിയെ വഴിപാടായിട്ട് നടത്തുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മുടിപൊഴിച്ചിൽ, താരൻ എന്നിവയുടെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അലസതയൊക്കെ വർദ്ധിക്കുന്നതാണ്. ധനാഗമ കാര്യങ്ങളിൽ വർധനവുണ്ടാകുന്നതാണ്. മനസ്സിന് അസ്വസ്ഥതകൾ കൂടുന്നതാണ്. എന്നാൽ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. അക്ഷമയും കോപവും ശൂരതയും ഒക്കെ കൂടിയേക്കാം. അതിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറുക. മനസ്സിനെ ശാന്തമാക്കുക. പിതാവുമായിട്ട് നല്ല ബന്ധം പുലർത്താനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടേക്കാം. നല്ല വാക്കുകൾ കൊണ്ടൊക്കെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. സന്താനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുന്ന മാസമാണ്. പലപ്പോഴും കാപട്യത്തോടുകൂടി പെരുമാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുവെ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ശരീരത്തിന് അതുമൂലം അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. മനോദുഃഖവും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് സർപ്പങ്ങൾക്ക് പാൽപായസം പോലെയുള്ള വഴിപാടുകളെ ചെയ്യുക. പുഷ്പാഞ്ജലിയെ വഴിപാടായിട്ട് നടത്തുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധുജനങ്ങളുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പൊതുവെ സുഖാനുഭവങ്ങൾ കുറയുന്നതാണ്. ദുഃഖാനുഭവങ്ങൾക്ക് വർധനവും ഉണ്ടാകുന്നതാണ്. മനസ്സിലുള്ള ആശയങ്ങൾക്കൊക്കെ അത് പൂർത്തീകരിക്കാനും പുറത്തു പറയാനും ഒക്കെയുള്ള പ്രതികൂല അവസ്ഥയും ഉണ്ടായേക്കാം. കഠിന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. യാത്രയും അത്ര സുഖകരമായിരിക്കണമെന്നില്ല. അന്യദേശവാസവും ഉണ്ടാകുന്നതാണ്. പൊതുവെ ശരീരത്തിന്റെ അസ്വസ്ഥതകളൊക്കെ കുറയുന്നതാണ്. ഏകാഗ്രത കുറയുന്ന സമയമാണ്. അച്ഛനുമായിട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആചാരാനുഷ്ഠാന കാര്യങ്ങളൊക്കെ പാലിക്കുന്നതിൽ തടസ്സങ്ങൾ വന്നേക്കാം. തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ കുറെയൊക്കെ പരിഹരിക്കാനാകും. മറ്റുള്ളവർക്ക് അധീനമായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ധനുക്കൂറുകാർ സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നൂറും പാലും വഴിപാടായിട്ട് നടത്തുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിച്ച് ലഭിച്ചേക്കാം.
സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാം. കാര്യ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്ന സമയമാണ്. ധനാഗമവും ഉണ്ടാകുന്നതാണ്. അന്യദേശവാസം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ അസത്യം പറയേണ്ടതായിട്ട് വന്നേക്കാം. ചിലപ്പോഴൊക്കെ ഉചിതമല്ലാത്ത പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. സജ്ജനങ്ങളുമായി പരമാവധി ബന്ധപ്പെടാനുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മധ്യസ്ഥ പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് അലസത കൂടുതലാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഉദ്യോഗാർത്ഥികൾക്കും അവസരങ്ങൾ നന്നായിട്ട് വന്നേക്കാം. കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതൽ ലാഭം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂർട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശരീരക്ഷീണം കൂടുതലാകും. കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെട്ടേക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ്. കാര്യസാധ്യവും നല്ലതായിട്ട് ഉണ്ടാകുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. എന്നാൽ കലഹം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. പുതിയ വീടിനും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കുമൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. കച്ചവടങ്ങളിലൊക്കെ ലാഭം കിട്ടുന്നതാണ്. അലങ്കാര പണികളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അലങ്കാരത്തിനുള്ള സാധന സാമഗ്രികളും വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട്. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങൾക്ക് സ്വയമുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടാനും ഒക്കെ സാഹചര്യമുണ്ട്. ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക. പതിവായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് പലവിധ ആപത്തുകളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നല്ല മെച്ചം കൈവരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. മനസ്സ് പ്രക്ഷുബ്ധമായേക്കാം. മക്കളുടെ രോഗാരിഷ്ടതയിലും സ്വന്തം രോഗാരിഷ്ടതയിലും ഒക്കെ ആശങ്ക വർദ്ധിക്കുന്നതാണ്. സന്ധിവേദന, നടുവിനുവേദന തുടങ്ങിയ കാര്യങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. മംഗളകർമ്മങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കലഹങ്ങളും വർദ്ധിച്ചേക്കാം. ഭാഗ്യാനുഭവങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അപമാനങ്ങൾ വർദ്ധിച്ചേക്കാം. പരാജയ ഭീതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ദൂരയാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. എന്നാൽ അസമയത്തെ യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ജന്തുക്കളുടെ ഉപദ്രവവും പ്രാണികളുടെ ഉപദ്രവങ്ങളും ഒക്കെ കരുതിയിരിക്കുക. അതിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. മീനക്കൂറുകാർ ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക. പുറകു വിളക്ക് വഴിപാടായിട്ട് നടത്തുക. 12 രാശിക്കൂറുകാരുടെയും വരുന്ന കൊല്ലവർഷം 1200 ആണ്ട് ധനുമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസങ്ങളിൽ മറ്റ് നല്ല വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.